അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഖുർആൻ ക്ലാസ് ആറാമത്തതാണ് നടക്കുന്നത്. അൽഹംദുലില്ലാഹ്. പഠിതാക്കൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. അതുകൊണ്ട് 94 95 08 08 57 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓതിത്തരുമ്പോൾ നമ്മൾ ആദ്യം ഓതിയതുപോലെയല്ല ഓതുന്നത്. നല്ല മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് എളുപ്പ വഴിയാക്കി തരും. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഹൃദയം വിശാലമാവും, ഈമാൻ വർദ്ധിക്കും. ആദ്യം ഓതിയതുപോലെയല്ല ഇപ്പോൾ ഓതുന്നത്. എത്രയോ മാറ്റം വന്നു, അൽഹംദുലില്ലാഹ്. തജ്വീദ് ഞാൻ എടുത്തതൊന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൂ, നിങ്ങളുടെ ഓത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ. ബാക്കി എടുക്കുക. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ നിങ്ങളെ അവസാനം സൂചിപ്പിക്കാം. നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് സൂറത്തുൽ ഹുമസയാണ്. സൂറത്തുൽ ഹുമസ ഇത് നമ്മൾ ഇത്രയും കാലം ചിലപ്പോൾ ഓതിയേക്കുക വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അങ്ങനെയായിരിക്കും ഓതുക. അങ്ങനെ ഓതുന്നത് കേൾക്കാൻ സാധിക്കുന്നു. അങ്ങനെയല്ല ഓതുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു തരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഓതിയാൽ മാർക്ക് കുറയും. അതുകൊണ്ട് ശരിക്കും കേട്ട് പഠിച്ചിട്ടാവണം ഓതേണ്ടത്. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസത്തിൻ എന്നാണ് ഇവിടെ. ഹുമസത്തിൻ ലുമസ. മനസ്സിലായല്ലോ? ഹു ഊന്നല്ല. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഹു വഅദ്ദദഹൂന. ഓതി കാണിച്ചു തരാം. യഹ്സബു അന്ന മാലഹു അഖ്ലദ. യഹ്സബു നോദരുത്, യഹ്സബു. സദ്ദുള്ള നൂന മണിക്കണം. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. വമാ അദ്റാക മൽ ഹുതമ. നാറുല്ലാഹിൽ മൂഖദത്തു. നാറുല്ലാഹിൽ മൂഖദത്തു. ക എന്ന് പറയരുത്. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചെന്നതാണ്. അക്ഷരങ്ങളൊക്കെ മുന്നേയുള്ള ക്ലാസ്സിൽ നിന്ന് കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഓതി കാണിച്ചു തരാം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇവിടെ ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞ് നിർത്താതെ ഇവിടെ ഒരു ഹാഇൻ്റെ ശബ്ദം വരണം. ഇത് നമ്മൾ നിർത്തുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുക. വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാഇൻ്റെ ശബ്ദം ഓതുമ്പോൾ വരണം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഉണ്ടോ? ലുമസഹ് എന്നൊന്നും പറയരുത്, അപ്പോൾ തെറ്റാകും. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇങ്ങനെ തന്നെ കേട്ട് പഠിച്ച് വായിച്ച് വായിച്ച് ആവർത്തിച്ച് പഠിക്കണം കേട്ടോ. എന്നിട്ട് ഓതി തരണം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഉണ്ടോ? വഅദ്ദദ. വഅദ്ദദ എന്ന് പറയരുത്, വഅദ്ദദ. ഈ ഹൂനെ വഖഫ് ചെയ്യുമ്പം ഓതൂല. ഈ തിൻ എന്നുള്ളതിനെ വഖഫ് ചെയ്യുമ്പോൾ ഓതൂല. ലുമസൻ്റെ അവിടെയാണ് നിർത്തുക. അപ്പോൾ ലുമസ ലുമസ വഅദ്ദദ
ഒരു ഹാഇൻ്റെ ശബ്ദം കേൾക്കണം. നിയമങ്ങളൊക്കെ ശരിക്കും ഇൻഷാ അല്ലാഹ് എന്താ കാരണം എന്നൊക്കെ നമുക്ക് പഠിക്കാം. പറഞ്ഞു തന്ന തജ്വീദ് ഓത്തിൽ വന്നിട്ടേ ബാക്കിയുള്ളത് എടുക്കുകയുള്ളൂ. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അഖ്ലദ ഉണ്ടോ? ഇവിടെ അന്നനെ മണിക്കണം. യഹ്സബു എന്ന് പറയരുത്. യഹ്സബു. യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഇവിടെ ഹൂനെ നീട്ടാനുണ്ട് കണ്ടോ? ഇതിങ്ങനത്തെ ഒരു മോഡൽ. ഈ ലിപിയാണ് ഖുർആൻ കണ്ടോ? മാലഹു അഖ്ലദ. ഇത് മദ്ദാണ്. നീട്ടുന്നതിന് മദ് എന്നാ പറയാ. ഏത് മദ്ദാണ്, എന്ത് മദ്ദ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. ഇവിടെ കണ്ടോ എഴുതിക്കണ്? ഇവിടെ ഇതിലൊക്കെ നിയമങ്ങളുണ്ട്. ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു മീമ് താഴത്തേക്ക് കാലായിട്ട് അതിന് ഇഖ്ലാബ് എന്നാ പറയുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ലയുൻ ലാ യു ന് എന്ന എഴുതിക്കണേ ഇൻ. അപ്പോൾ ഇവിടെ വായിക്കേണ്ടത് ലയും എന്നാണ്. നൂനിന് പകരം ഈ മീമിൻ്റെ ശബ്ദ വരേണ്ടത്. കേട്ടോളൂ, നൂനിൻ്റെ പകരം ഈ മീമിൻ്റെ ശബ്ദ വരേണ്ടത്. കാരണം അത് ഇഖ്ലാബാണ്. ഇഖ്ലാബ് എന്താ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമ ഈ ആയത്തിൻ്റെ എല്ലാ അവസാനവും നിർത്തുമ്പോൾ ഒരു ഹാഇൻ്റെ ശബ്ദം വരണം. ഇവിടെ കല്ലാലയുംബദന്ന എന്ന് ഓതരുത് കേട്ടോ. ഏയ് കല്ലാലയുംബദന്ന എന്ന് ഓതരുത് കേട്ടോ. മനസ്സിലായില്ലേ? ഒന്നും കൂടി, കല്ലാലയുംബദന്ന എന്ന് ഓതരുത്. പിന്നെ എങ്ങനെ ഓതണ്ടേ? കല്ലാലയുംബദൻ. കല്ലാലയുംബദന്ന ഫിൽ ഹുതമ. കണ്ടോ? ഒന്നിങ്ങോട്ട് സ്റ്റക്കായിട്ടാണ് പോകുക. കല്ലാലയുംബദന്ന എന്ന് ഓതരുത്. ഒന്നും കൂടി കേട്ടോളൂ. കല്ലാലയുംബദന്ന ഫിൽ ഹുതമ. വമാ അദ്റാക മൽ ഹുതമ. വമാ അദ്റാക മൽ ഹുതമ. ഒരു ഹാഗിൻ്റെ ശബ്ദം വരണം. ഇവിടെ നീട്ടാനുണ്ട്. വമാ നാറുല്ലാഹിൽ മൂഖദ. നാറുല്ലാഹിൽ മൂഖദ. കണ്ടോ? ഒരു ഹാഇൻ്റെ ശബ്ദം വരണം. അല്ലതി തത്വലിഉ. അല്ലതി തത്വലിഉ. ഇത് താന്നാണ്, ഇത് ത്വാന്നാണ്. തത്വ തത്വ തത്വ. അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. അഫ്ഹിദാന്ന് ഓതാൻ സാധ്യത ഉണ്ട്. അഫ്ഹിദാൻ. ഹീ നല്ലട്ടോ. ഈ ആ ഈ ഉ ഈ എന്നാണിത്. അപ്പോൾ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ. ഈ മീമിനൊന്നുമില്ല. ഇതിന് എന്താ കാരണം നമുക്ക് പഠിക്കാം. എന്താ കാരണം? അപ്പോൾ ഇന്നഹാ അലൈഹിം മുഅ്സദ. ഈ മീമക്ക് നല്ലോണം മണിക്കുക. ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, വഖഫ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. വഖഫ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി ഞാൻ ഓതിത്തരാം. ഞാൻ പറയുന്ന തെറ്റ് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു തന്ന അതേമാതിരി ഓതാൻ ശ്രമിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു തരാത്തതിൽ വല്ല തെറ്റും വന്നിക്കണമെങ്കിൽ ഞാൻ മാർക്ക് കുറക്കൂല. പറഞ്ഞു തരും, മാർക്ക് കുറക്കൂല. മറിച്ച് ഞാൻ പറഞ്ഞു തന്നത് അവിടെ അങ്ങനെ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ പ്രകാരം ഓതിയാൽ മാർക്ക് കുറയും. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ.
الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഇൻഷാ അള്ളാ തജ്വീദ് നമുക്ക് പിന്നെ പറയാം. ശരിക്ക് കേട്ട് പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ എടുക്കുന്ന എല്ലാ ഖുർആൻ ക്ലാസ്സും നിങ്ങൾക്ക് ലഭ്യമാകും എന്നും കൂടെ അറിയിക്കുന്നു. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.